ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കൊരു മട്ടൻ ഗ്രേവി ഉണ്ടാക്കിയാലോ? മട്ടൻ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മട്ടൻ 1/4 കിലോ, 1 സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 1/4 സ്പൂൺ, പട്ടപ്പൊടി 2 ടീസ്പൂൺ. ഇപ്പോൾ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് വല്യുള്ളി അരിഞ്ഞത് ഇടാം. ഇതിനകത്തേക്ക് ഇഞ്ചി പൂണ്ട് പേസ്റ്റ് നമുക്കിടാം. അഥവാ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇത് മൂന്നും ചേർത്ത് അരച്ചതാണ്. 2 പച്ചമുളകും ഇതിലേക്കിട്ടു കീറിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു മട്ടൻ കറിയാണ്. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വല്യുള്ളി, പച്ചമുളക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടത് എണ്ണ ചൂടാക്കി അതിലേക്ക് 2 ചെറിയ വല്യുള്ളി ചെറുത് 2 അരിഞ്ഞതിട്ടു. പിന്നെ ഒരു 3 കൂട് വെളുത്തുള്ളി, 1 കൈ ചെറിയുള്ളി, 1 പീസ് ഇഞ്ചി, ഒരു 2 ഇഞ്ച് വീതി നീളമുള്ള ഇഞ്ചി, 3 അരച്ച് പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർത്ത്. ഇതൊന്ന് നന്നായി വഴങ്ങി കിട്ടട്ടെ. നല്ലപോലെ വഴങ്ങുന്നുണ്ട്. എണ്ണയൊക്കെ തനിച്ചിങ്ങനെ ആവാൻ തുടങ്ങി, തനിച്ച് വരാൻ തുടങ്ങി. എത്രത്തോളം വഴങ്ങുന്നു അത്രത്തോളം മട്ടൻ കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി ഇതിലേക്ക് നമുക്ക് മട്ടൻ ഇടാം. നന്നായി കഴുകി അരിഞ്ഞു വെച്ച മട്ടനാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. 1/4 കിലോ 300 ഗ്രാം മട്ടൻ ഉണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഓയിൽ ആവശ്യത്തിന്, വെളുത്തുള്ളി ഒരു 3 കൂട്ട്, ചെറിയുള്ളി, 1 ഉരുളക്കിഴങ്ങ്, 1 കഷ്ണം ഇഞ്ചി, 2 തക്കാളി, മല്ലിയില, പുതിന ഇല, പച്ചമുളക്, ഇഞ്ചി, മല്ലിപ്പൊടി ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും നന്നായി യോജിപ്പിച്ച ശേഷം അത് ഒന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം മൂടി വെച്ചു ശേഷം നമുക്കിതൊന്ന് തുറക്കാം. എണ്ണയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. 2 തക്കാളി ചേർത്തു. ഒന്ന് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. തക്കാളി ഒന്ന് വണങ്ങി കിട്ടുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൊട്ടാറ്റോ ഇതിലേക്ക് ചേർക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇത് എളുപ്പത്തിലാവും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ്. 10 മിനിറ്റിൽ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലല്ലേ. എല്ലാം തയ്യാറായി. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലിടാം. ഇതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞു. നമുക്ക് തക്കാളി, വല്യുള്ളി, പച്ചമുളക് 2 കീറി വെച്ചിരിക്കുന്നു. മട്ടൻ കഴുകിയെടുത്തു. ഇനി നമ്മൾ അടുപ്പിലേക്ക് കുക്കർ വയ്ക്കാം.
കുക്കർ അടുപ്പിലേക്ക് വെച്ചു. കുക്കറൊന്ന് നന്നായി ചൂടാവട്ടെ. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം, ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യം വരിക ആ അളവിന് വെള്ളം ചേർക്കാം. നമ്മുടെ വന്ന് ഒരു 1/4 ലിറ്റർ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് മല്ലിയിലയും മല്ലിയിലിടാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ടൊരു 5 വിസിൽ, 4 മുതൽ 5 വിസിൽ വരെ വിടാം. നമ്മളുടെ മട്ടൻ ഗ്രേവി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. നമുക്കിപ്പോൾ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, സൂപ്പറായി നമ്മുടെ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇതിന് മുകളിലേക്ക് കുറച്ച് പെപ്പർ പൊടി ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് എടുത്തിട്ടുണ്ട്. പൊടിയിലേക്ക് ഇട്ടിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് സേവിങ് ബൗളിലേക്ക് മാറ്റി സേവ് ചെയ്യാവുന്നതാണ്. ഇതാ ഞാനെൻ്റെ സേവിങ് ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. നമുക്കിത് കഴിക്കാം. നിങ്ങളും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ. ഓൾ ദി ബെസ്റ്റ്.